ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവിനെ കുറിച്ചാണ്. ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് ആ ത്രികോണത്തിലെ 3 വശങ്ങളുടെയും നീളത്തിൻ്റെ തുകയാണ്. എന്താണ്? ഒരു ത്രികോണത്തിലെ 3 വശങ്ങളുടെയും നീളത്തിൻ്റെ തുകയാണ് അതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. അതായത് ത്രികോണത്തിൻ്റെ 3 വശങ്ങളുടെയും നീളങ്ങൾ കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയാണ് ആ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് ഇവിടെയുള്ള എ ബി സി എന്ന ത്രികോണത്തിൻ്റെ ചുറ്റളവ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? ഈ ത്രികോണത്തിലെ 3 വശങ്ങളുടെയും നീളം കൂട്ടിയാൽ മതിയല്ലോ. എ ബി എന്ന വശത്തിൻ്റെയും ബി സി എന്ന വശത്തിൻ്റെയും എ സി എന്ന വശത്തിൻ്റെയും നീളം കൂട്ടിയാൽ നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, അതായത് ചുറ്റളവ് സമം എന്തെഴുതാം നമുക്ക്? എ ബി കൂട്ടണം ബി സി കൂട്ടണം എ സി എന്ന് എഴുതാം. 3 വശങ്ങളുടെയും നീളം കൂട്ടിയാൽ നമുക്ക് ചുറ്റളവ് കിട്ടും. ഓക്കെ, സമം എ ബി എന്ന വശത്തിൻ്റെ നീളം എത്രയാണ്? എ ബി എന്ന വശത്തിൻ്റെ നീളം 4 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ട് എ ബിക്ക് പകരം ഞാൻ 4 എന്ന് എഴുതുന്നു. 4 കൂട്ടണം ബി സി. ബി സി എന്ന വശത്തിൻ്റെ നീളം എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ട് ബി സിക്ക് പകരം 5 എന്ന് എഴുതുന്നു. കൂട്ടണം എ സി ആണ്. എ സിയുടെ നീളം 6 സെൻറ്റിമീറ്റർ ആണ്. 6. ക്ലിയർ? സമം ഇത് കൂട്ടിയാൽ എത്രയാണ് വരിക? 4 കൂട്ടണം 5 എത്രയാണ്? 4ഉം 5ഉം കൂട്ടിയാൽ 9 ആണ്. കൂട്ടണം 6. 9ൻ്റെ കൂടെ 6 കൂട്ടിയാൽ ഉത്തരം എത്രയാണ്? 9 കൂട്ടണം 6 15 ആണ്. 15. ഓക്കെ, ഇനി 15 എന്ന് മാത്രം എഴുതിയാൽ മതിയോ? പോരാ, ചുറ്റളവിൻ്റെ യൂണിറ്റ് കൂടെ എഴുതണം. ഇവിടെ വശങ്ങളുടെ നീളം തന്നിരിക്കുന്നത് സെൻറ്റിമീറ്ററിലാണ്. അതുകൊണ്ട് ചുറ്റളവിൻ്റെ യൂണിറ്റും സെൻറ്റിമീറ്ററിൽ ആയിരിക്കും. സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ 15 സെൻറ്റിമീറ്റർ എന്നുള്ളതാണ് എ ബി സി എന്ന ഈ ത്രികോണത്തിൻ്റെ ചുറ്റളവ്. ക്ലിയർ? അപ്പോൾ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്താണെന്നും അതെങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നും മനസ്സിലായല്ലോ. ഇനി ഇതുപോലെ നമുക്ക് മറ്റൊരു ചോദ്യം ചെയ്ത് നോക്കാം. നോക്കൂ, ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ചോദ്യം ഇതാണ്. ഇവിടെ പി ക്യു ആർ എന്നൊരു ത്രികോണമുണ്ട്. ഈ ത്രികോണത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കണം. ഇതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? ചുറ്റളവ് സമം എന്തെഴുതാം? ഈ ത്രികോണത്തിൻ്റെ 3 വശങ്ങളുടെയും നീളം കൂട്ടിയാൽ മതി. അതായത് പി ക്യു എന്ന വശവും ക്യു ആർ എന്ന വശവും പി ആർ എന്ന വശവും കൂട്ടിയാൽ നമുക്ക് ഉത്തരം കിട്ടും. പി ക്യു കൂട്ടണം ക്യു ആർ കൂട്ടണം പി ആർ. ഓക്കെ ആണല്ലോ? സമം പി ക്യു എന്ന വശത്തിൻ്റെ നീളം എത്രയാണ്? പി ക്യു 8 സെൻറ്റിമീറ്റർ ആണ്. 8 കൂട്ടണം ക്യു ആർ. ക്യു ആർ 9 ആണ്. 9 കൂട്ടണം പി ആർ. പി ആറിൻ്റെ നീളം 10 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ട് പി ആറിന് പകരം നമുക്ക് 10 എന്ന് എഴുതാം. ഓക്കെ, സമം ഇത് കൂട്ടിയാൽ എത്രയാണ് ഉത്തരം കിട്ടുക? 8 കൂട്ടണം 9 17 ആണ് അല്ലേ? കൂട്ടണം 10. 17ൻ്റെ കൂടെ 10 കൂട്ടിയാൽ എത്രയാണ്? 17 കൂട്ടണം 10 27 ആണ്. 27. ഓക്കെ, 27 എന്ന് മാത്രം എഴുതിയാൽ മതിയോ? പോരാ, ചുറ്റളവിൻ്റെ യൂണിറ്റ് കൂടെ എഴുതണം. ഇവിടെ വശങ്ങളുടെ നീളം തന്നിരിക്കുന്നത് സെൻറ്റിമീറ്ററിലാണ്. അതുകൊണ്ട് 27 സെൻറ്റിമീറ്റർ എന്നാണ് ചോദ്യത്തിൻ്റെ ഉത്തരം. ഓക്കെ, പി ക്യു ആർ എന്ന ത്രികോണത്തിൻ്റെ ചുറ്റളവ് എത്രയാണ്? 27 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം.